പ്രാങ്ക് വീഡിയോ യൂട്യൂബ് വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ പുറകെ പോകും. പക്ഷേ അവളാണെങ്കിൽ ചെന്ന് കയറുന്ന വീട് മാറിപ്പോവും. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്ലഷ്ക എന്ന് പറഞ്ഞ 2023 ഇറങ്ങിയ പടമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സിനിമ കാണുമ്പോൾ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നാസ്തിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആരിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിച്ചെന്ന് വീഴുന്നതാണ്. പെട്ടെന്ന് അവളാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കും. തൊട്ടടുത്തായിട്ട് അവളുടെ ബോയ് ഫ്രണ്ടായിട്ട് മൈക്കിളും കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇവിടെ കുറേ നേരം അവനോട് ഫ്ലിർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് കോള് വരുന്നതും അവനാണെങ്കിൽ ക്ലബ്ബിൽ നിന്നാണ് വിളിച്ചെന്ന് പറയുന്നത്. അന്നേരമാണ് നാസ്തി അവനോട് അവൻ്റെ ക്ലബ്ബിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് അവളെ ഒരു ദിവസം ഇവൻ്റെ ക്ലബ്ബിലോട്ട് കൊണ്ടുപോകാനൊക്കെ ചോദിക്കും. പക്ഷെ അവനാണെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവളാണെങ്കിൽ വിഷമിച്ച് മാറിപ്പോയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് അവർ കോളേജിൽ പോകുമ്പോഴാണ് അവളാണെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആത്മഹത്യ ചെയ്തതിനെ പറ്റിയുള്ള ന്യൂസ് കേൾക്കുന്നത്. കാരണം പുള്ളിയുടെ ഇല്ലീഗൽ വർക്കാണെങ്കിൽ ആരോ ന്യൂസിലെല്ലാം സ്പ്രെഡ് ആകുകയായിരുന്നു. അങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് മൈക്കിൾ പറയുന്നത് ആ സയൻറ്റിസ്റ്റ് ഇവരുടെ ഇരിയാണെന്നും ഇവരായിരുന്നു പുള്ളിയുടെ ഇല്ലീഗൽ വർക്കല്ല ന്യൂസ് സ്പ്രെഡ് ആക്കിയെന്ന്. അന്നേരം തന്നെ നാസ്തിയെ പെട്ടെന്ന് അവനോട് ചൂടാകും, ഒരാളെ കൊന്നതിനെ പറ്റി പറഞ്ഞ്. അന്നേരം മൈക്കിൾ പറയും പുള്ളി നല്ലവനൊന്നുമില്ല, ഒരു ചെകുത്താനായിരുന്നു, അതുകൊണ്ട് തന്നെ സൊസൈറ്റീനെ ഒരു ചെകുത്താൻ പോയെന്ന് വിചാരിച്ചാൽ മതിയെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും മൈക്കിളാണ് ക്ലബിൻ്റെ വർക്കായിട്ട് ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം നാസ്തിയാണ് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, ക്ലബ്ബിലെ ആളുകളെ പരിചയപ്പെടുത്തി തരാൻ പറഞ്ഞു. പക്ഷെ അവനാണ് അവളെ വീണ്ടും വീണ്ടും തട്ടിമാറ്റി ഒഴിവാക്കിക്കൊണ്ടിരിക്കും. പിന്നീട് ക്ലാസ് കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് നാസ്തി വന്ന മൈക്കിളിനോട് പറയുന്നത് ഉടനെ എന്നെ ക്ലബ്ബ് കാണിച്ച് തന്നില്ലെങ്കിൽ ഇവൾ അവനുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. അങ്ങനെ മറ്റു വഴിയൊന്നുമില്ലാതെ മൈക്കിളാണെങ്കിൽ പിന്നീട് എന്ന് അവരുടെ ക്ലബ്ബിൻ്റെ ലീഡറായിട്ടുള്ള ആൻ്റോനെ കണ്ടിട്ട് അവരുടെ കൂട്ടത്തിൽ നാസ്തിയും കൂടെ കൂട്ടിക്കോട്ടെ ചോദിക്കും. പക്ഷേ ആൻ്റോനാണ് അത് കേൾക്കുമ്പോൾ തന്നെ അത് പറ്റത്തില്ലെന്ന് പറയും. കാരണം അവൻ പറയും പെണ്ണുങ്ങൾക്ക് ഈ സീക്രട്ട് ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് തന്നെ പ്രശ്നമാവുന്നത്. പിന്നീട് ആൻ്റനാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ സ്റ്റെപ്പ് മദറായിട്ടുള്ള മരീന അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാനായിരുന്നു. പക്ഷേ ഇവനാണെങ്കിൽ വരാൻ കൂട്ടാക്കത്തില്ല. കാരണം ആൻ്റൺ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് അവൻ്റെ അച്ഛനാണെങ്കിൽ മരീനയ്ക്ക് വേണ്ടി ഇവരെ ഇട്ടിട്ട് പോയതുകൊണ്ടാണ് അവൻ്റെ അമ്മ അവന് നഷ്ടമായെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന ഡിറ്റക്റ്റീവായിട്ടുള്ള സെറോവിനെയാണ്. സെറോവാണെങ്കിൽ പുതിയ കേസന്വേഷണത്തിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ സ്ത്രീയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. ആ ബോഡിക്കാണെങ്കിൽ കയ്യും കാലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു കിട്ടിയത്. അങ്ങനെ ആ ബോഡി കണ്ടു കഴിയുമ്പോൾ തന്നെ അവൻ ഉറപ്പിക്കും ഇത്രയും കാലം ഇവിടെ നടന്നുകൊണ്ടിരുന്ന സീരിയൽ കില്ലിങ്ങിൻ്റെ തന്നെ ഒരു ഭാഗമായി ഇതെന്ന്. പിന്നീട് മൈക്കിളാണെങ്കിൽ നാസ്തിയുടെ അടുത്തേക്ക് വരും. അന്നേരം അവളാണെങ്കിൽ ഈ ക്ലബിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിക്കും. അന്നേരം ഇവനാണെങ്കിൽ കറക്റ്റ് ആൻസർ ഒന്നും കൊടുക്കാതെ ഓടിച്ചെന്ന് അവളെ പുറകിൽ നിന്ന് പിടിച്ച് എഴുന്നേപ്പിച്ച് പോക്കും. പെട്ടെന്നാണ് അവൾക്കാണെങ്കിൽ അവളുടെ പാസ്റ്റിലെ ഓർമ്മകൾ വന്നൊരു ട്രോമ പോലെ വരുന്നത്. അവളാണെങ്കിൽ അവനെ തട്ടി മാറ്റിയിട്ട് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങും. ഇവനും പെട്ടെന്ന് പേടിച്ച് പോകും. ഇവൾക്കാണെങ്കിൽ പെട്ടെന്ന് ഇവളുടെ പാസ്റ്റ് ഒന്നും അവനോട് പറയാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ വീണ്ടും അവനോട് ക്ലബിനെ പറ്റി ചോദിക്കും. അങ്ങനെ പെട്ടെന്ന് ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അവൻ പറയും ഇവളെ ആ ക്ലബ്ബിൽ എടുത്തെന്ന് പറയും. അതിനുശേഷം അവനാണ് കുറേ നേരം അവിടെ റൊമാൻറ്റിക്കായിട്ടിരിക്കും. പിന്നീട് മൈക്കിളാണ് നാസ്തിയെ വിളിച്ചുകൊണ്ട് ആ ക്ലബ്ബിലേക്ക് ചെല്ലും. ഇത് കാണുമ്പോൾ തന്നെ ആൻ്റോണും മൈക്കിളും തമ്മിൽ ചെറിയൊരു ഉടക്കൊക്കെയാവും. പക്ഷേ നാസ്തിയാണ് ഈ സമയം പോയി ആ ക്ലബ്ബിൽ തന്നെ 2 മെമ്പേഴ്സായിട്ടുള്ള സീറ്റാക്ക് ഡാബൂർ എന്ന് പറയുന്ന 2 പയ്യന്മാരുണ്ടായിരുന്നു. അവരോട് ശരിക്കും കമ്പനിയാകും. അത് കഴിഞ്ഞാണ് മൈക്കിളും ആൻ്റോണും കൂടെ ഒരു തീരുമാനത്തിൽ വരുന്നത്. ബാക്കിയുള്ള മെമ്പേഴ്സും കൂടെ വോട്ട് ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന് നാസ്തിയെ കൂടെ നിൽക്കണോ വേണ്ടിയെന്നുള്ളത്. അങ്ങനെ ബാക്കിയുള്ള 2 പേരോട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരാണെങ്കിൽ നാസ്തി നിൽക്കുന്നത് കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ മറ്റു വഴിയൊന്നുമില്ലാതെ ആൻ്റോണും അതിനങ്ങ് സമ്മതിക്കും. പിന്നീടാണ് അപ്പാർട്ട്മെൻറ്റ് വെച്ച് നാസിയ മൈക്കിളിനോട് ചോദിക്കുന്നത് ആൻ്റോൺ എങ്ങനെയാണ് ഈ ഫോളോ ചെയ്യേണ്ട ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതെന്ന്. അപ്പോൾ മൈക്കിൾ പറയും അവൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനാണെങ്കിൽ പോലീസ് ഓഫീസറാണെന്നും അവിടുത്തെ ഡാറ്റാബേസ് ഇവന് എടുക്കുന്നതുകൊണ്ട് ഇതെല്ലാം കിട്ടുന്നത്. അന്നേരമാണ് ടി വിയിൽ ഡിറ്റക്റ്റീവായിട്ടുള്ള സെറോവിൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നത്. അന്നേരമാണ് മൈക്കിൾ നാസിയോട് ആ സത്യം തുറന്നു പറയുന്നത് സെറോവാണ് ആൻ്റോൻ്റെ ഫാദർ എന്നുള്ളത്. അപ്പോൾ സെറോവിനോട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം സീരിയൽ കില്ലിങ്ങിനെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ സെറോ പറയും റൂമർ വരുന്ന പോലെ ഒന്നുമില്ല, ഇവിടെ ഇങ്ങനെ സീരിയൽ കില്ലിംഗ് ഒന്നും നടക്കുന്നില്ലെന്ന് പറയും. പിന്നീട് ക്ലബ്ബിലെ മെമ്പേഴ്സ് എല്ലാം ഒരു മാള് മീറ്റ് ചെയ്യും. ആൻ്റോൺ ആണെങ്കിൽ ഒരു ഡൈസിൻ്റെ ഗെയിമായിട്ടായിരുന്നു വന്നത്. എന്നിട്ട് ആൻ്റോൺ ആണെങ്കിൽ അവരോടെല്ലാം പറയും ഈ ഡൈസ് ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന നമ്പർ ഇപ്പോൾ 2 കിട്ടുന്നതെങ്കിൽ ആ എസ്കലേറ്ററിൽ നിന്ന് 2ാമത് വരുന്ന ആളെ ഇവർ ഫോളോ ചെയ്ത് പോകണമെന്ന് പറയും. അങ്ങനെ ആ ടീമിലുള്ള ഓരോരുത്തർക്കും ഫോളോ ചെയ്യാനുള്ള ആളെ കിട്ടും. പിന്നീടാണ് മൈക്കിളും നാസ്തിയും കൂടെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കിനും അവർക്കാണെങ്കിൽ കൊളാക എന്ന് പറഞ്ഞ ഒരു മിഡിൽ ഏജ് മാനിനെ ഫോളോ ചെയ്യാനുള്ള ചാൻസ് കിട്ടും. അങ്ങനെ ഇവരാണെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് പുള്ളിയുടെ പുറകെ പോകും. കൊളാകയാണെങ്കിൽ പാർക്കിംഗ് സ്ഥലത്തേക്ക് എന്നിട്ട് അവൻ്റെ കാറിൽ കയറും. അപ്പോൾ നാസ്തി ആണെങ്കിൽ നൈസായിട്ട് എന്ന കാറിൻ്റെ നമ്പർ പ്ലേറ്റ് എല്ലാം വീഡിയോ പിടിക്കും. അങ്ങനെ നമ്പർ പ്ലേറ്റ് കിട്ടിയുകൊണ്ട് കൊളാകയുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ആൻ്റോൺ എളുപ്പമായിരുന്നു. ഇതേ സമയത്ത് മൈക്കിളും നാസ്തിയും ആണെങ്കിൽ കൊളാകനെ ഫോളോ ചെയ്ത് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ചെന്നായിരുന്നു. ഇവരാണെങ്കിൽ നേരെ ഓപ്പോസിറ്റുള്ള അപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് അവൻ്റെ വീഡിയോ പിടിച്ചുകൊണ്ടേയിരിക്കും. കൊളാകയാണെങ്കിൽ അവൻ്റെ ഫാമിലിയായിട്ട് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ മൈക്കിളിന് തോന്നുന്നു ഇവനെ ഫോളോ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് ഓർത്ത് പതിയെ നാസ്തിയുമായിട്ട് ഫ്ലിർട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ നാസ്തി ആണെങ്കിൽ അവനെ തട്ടി മാറ്റിയിട്ട് അവനോട് ദേഷ്യപ്പെടും. ഇത് കാണുമ്പോൾ വിഷമിച്ച് മൈക്കിളാണെങ്കിൽ ഇറങ്ങിപ്പോകും. നാസ്തി ആണെങ്കിൽ പുറകെ മൈക്കിളിനെ ഫോളോ ചെയ്ത് വന്നിട്ട് പറയും ആൻ്റോൺ ആണെങ്കിൽ ഇവളോട് ചെറിയ ഇമ്പ്രഷൻ എല്ലാം തോന്നുമെങ്കിൽ ഇവൾ അവൻ തന്ന ടാസ്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെ കൊളാകനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്ന് രാത്രിയിൽ ആ കാറ് കിടക്കും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് മൈക്കിളാണെങ്കിൽ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ മൈക്കിൾ പോയി ഇച്ചിരി കഴിയുമ്പോഴത്തേനും കൊളാകതെ അവൻ്റെ വീട്ടിൽ നിന്ന് ലഗേജ് ഒക്കെ ഇട്ട് ഇറങ്ങി വരും. ഉടനെ തന്നെ നാസ്തി ആണെങ്കിൽ മൈക്കിളിനെ വിളിക്കും. പക്ഷേ മൈക്കിളാണെങ്കിൽ ഒരുപാട് ദൂരത്തായിരുന്നു. അതുകൊണ്ട് നാസ്തി തന്നെ അവനെ ഫോളോ ചെയ്തങ്ങ് പോകും. ഇതേ സമയം മൈക്കിളാണെങ്കിൽ ആൻ്റോനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നാസ്തിയെ ട്രാക്ക് ചെയ്യാൻ പറയും. അങ്ങനെ നാസ്തി ആണെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ കൊളാകനെ ഫോളോ ചെയ്ത് ഒരു വില്ലേജ് ചെല്ലും. കൊളാകയാണെങ്കിൽ അവിടെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവൻ്റെ ഒരു വീട്ടിലേക്ക് പോകും. അങ്ങനെ നാസ്തി ആ പിടിക്കുന്ന വീഡിയോയ്ക്കകത്തുനിന്ന് ആൻ്റോൺ ആണെങ്കിൽ പിടികിട്ടും അത് കൊളാകയുടെ മരിച്ചുപോയ അമ്മയുടെ സ്ഥലമാണെന്ന്.
അങ്ങനെ ആൻറ്റോൺ ആണെങ്കിൽ നാസ്റ്റിയോട് പറയും ഉടനെ തന്നെ തിരിച്ചു പോകുന്നേക്ക് അവനെ ഫോളോ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയും. പക്ഷേ നാസ്റ്റി ആണെങ്കിൽ ഒന്നും നോക്കത്തില്ല, മതിൽ ചാടി കിടക്കും. അങ്ങനെ അവളവിടെ പതി ഒളിഞ്ഞിരുന്ന് നോക്കുമ്പോഴാണ് കൊളാഗയാണെങ്കിൽ രക്തം പറ്റിയൊരു ടൗവലുമായിട്ട് ഗ്യാരേജിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നത്. അങ്ങനെ കൊളാഗ അവിടെ നിന്ന് പോയ ശേഷം അവളാണെങ്കിൽ പതിയെ അവൻ്റെ മുറിക്കകത്ത് കയറി നോക്കും. അങ്ങനെ അവൾ അടുക്കള ചെന്ന് നോക്കുമ്പോൾ അവൾ ഞെട്ടിപ്പോവും, കാരണം മുറിഞ്ഞ കുറേ വിരലുകൾ അവിടെ ഇരിക്കുന്ന കാണും. അവൾ പേടിച്ച് തിരിച്ച് ഓടി വരുമ്പോഴാണ് ഗ്യാരേജിൻ്റെ അകത്തുനിന്ന് ആരോ മൂളുന്ന ശബ്ദം കേൾക്കുന്നത്. അവൾ പതിയെ വീഡിയോ ആയിട്ട് അതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പെണ്ണിനെ കെട്ടിയിട്ടേക്കുന്നത് കാണും. പെട്ടെന്നാണ് കൊളാഗ തിരിച്ച് വരുന്ന ശബ്ദം കേട്ടിട്ട് ഇവളാണെങ്കിൽ മതിൽ ചാടിക്കടക്കുന്നത്. ചാടിക്കടന്ന ശേഷം ഉടനെ അന്റോണിനെ വിളിച്ചിട്ട് പറയും വേഗം പോലീസിനെ വിളിക്കാൻ പറയും. പക്ഷേ അന്റോൺ പറയും പോലീസ് വന്ന് ഇവരെല്ലാം കുടുങ്ങുമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ നാസിയോട് തിരിച്ച് വരാൻ പറയും. അങ്ങനെ തിരിച്ച് ക്ലബ്ബിൽ വന്ന ശേഷമാണെങ്കിൽ നാസ്റ്റി ആണെങ്കിൽ അവരോട് പെട്ടെന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കും വേഗം പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. പക്ഷേ ആൻറ്റോൺ ആണെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു, കാരണം അവർ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സീരിയൽ കൊലപാതകത്തിലേക്ക് ചെന്ന് പെടുന്നത്. അതുകൊണ്ട് തന്നെ ആൻറ്റോണിനും മൈക്കിളിനും ഇത് കണ്ടിട്ട് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റോൺ ആണെങ്കിൽ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം ഇവൾ പിടിച്ച വീഡിയോ ഒക്കെ ബ്ലറാന്ന് പറയും. അന്നേരമാണ് അവൾ പറയുന്നത് ആ മുറിഞ്ഞ വിരലുകളുടെ വീഡിയോ നല്ല ക്വാളിറ്റി ഇല്ല, അതുകൊണ്ട് പോലീസിനെ വിളിക്കത്തില്ല എന്ന്. പക്ഷേ ആൻറ്റോൺ ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. അവനത് ഡിലീറ്റ് ചെയ്യാൻ പോകാമെന്ന് പറയുമ്പോഴത്തേക്കിന് നാസ്റ്റി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. ഉടനെ തന്നെ ആൻറ്റോൺ ആണെങ്കിൽ മൈക്കിളിനെ മാറ്റി നിർത്തി പറയും എങ്ങനെയും അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറയും. പിന്നീട് അപ്പാർട്ട്മെൻറ്റിൽ വന്ന ശേഷമാണെങ്കിൽ മൈക്കിളാണെങ്കിൽ അവളോട് പോയി കാര്യങ്ങളൊക്കെ പറയാൻ നോക്കും. പക്ഷേ അവളാണെങ്കിൽ അവനെ ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് പോകും. ഇതേ സമയത്ത് ആൻറ്റോൺ ആണെങ്കിൽ നാസ്റ്റി പിടിച്ചുകൊണ്ട് വന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് ബ്ലർ ആയതെല്ലാം ക്ലിയർ ആക്കി. അത് കഴിഞ്ഞ് ആൻറ്റോൺ കൊളാഗനെ വിളിച്ചിട്ട് വീഡിയോ അയച്ചു കൊടുത്തിട്ട് $10,000 ബ്ലാക്ക്മെയിൽ ചെയ്ത് ചോദിക്കും. ഇതേ സമയത്താണെങ്കിൽ നാസ്റ്റി ആണെങ്കിൽ പോലീസുകാരെ വിളിച്ചെല്ലാം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അനിയത്തിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി വീട്ടിലേക്ക് ആൻറ്റോൺ ആണെങ്കിൽ തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോഴാണ് അവൻ്റെ ഫാദറിന് കോള് വരുന്നത് അവൻ കേൾക്കുന്നത്. അങ്ങനെ കോളിൽ പറയുന്ന അഡ്രസ്സിന് ആൻറ്റോന്ന് പിടികിട്ട് നാസി ആണെങ്കിൽ പോലീസിനെ വിളിച്ച് അറിയിച്ചായിരുന്നു. ഉടനെ ഞാൻ മൈക്കിളിനെ വിളിച്ച് കാര്യമില്ല പറയും. പിന്നീട് സെറോ അവൻ്റെ ആളുകളും കൊളാഗയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും കൊളാഗയാണെങ്കിൽ അവൻ്റെ 4 വിരലും മുറിച്ചിട്ട് അത് ആക്സിഡൻറ്റ് മുറിഞ്ഞു പോയതാണെന്ന് പറയും. അന്നേരമാണ് സെറവിൻ്റെ ഗ്രൂപ്പിലുള്ള ഒരാൾ വന്ന് സെറവോട് പറയുന്നത് ഗ്യാരേജിലും ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ആരോ വിളിച്ച് പറ്റിച്ചായിരിക്കും എന്നൊക്കെ പറയും. പെട്ടെന്ന് കൊളാഗ സെറവിനെ വിളിച്ചിട്ട് പറയും ഇന്നലെ ആരോ അവൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി, എന്നിട്ട് വിരലിൻ്റെ ഫോട്ടോ എടുത്ത് അവൻ അയച്ചിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. അപ്പോൾ ഇതിന് സെറവാണെങ്കിൽ അതെല്ലാം മേടിച്ചിട്ട് അവൻ്റെ കൂടെയുള്ള ടീമിലുള്ള ആളോട് പറയും ഈ നമ്പർ ട്രേസ് ചെയ്യാൻ പറയും. ഇതേ സമയത്ത് അണ്ടനാണെങ്കിൽ ആ ക്ലബ്ബിൽ വെച്ച് മൈക്കിളിനോട് നാസിയോടും ചൂടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അവൻ്റെ ഗേൾഫ്രണ്ട് വന്നുകൊണ്ട് ഈ പ്രശ്നമെല്ലാം നടന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആൻറ്റോൺ ആണെങ്കിൽ ഇവളെപ്പറ്റി ഇത്ര ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് മൈക്കിളൊന്നും മിണ്ടാ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിന് നാസ്തി ആണെങ്കിൽ ദേഷ്യം വന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങും. അപ്പോഴാണ് ആൻറ്റോൺ ഇവളെ പിടിച്ച് തള്ളുന്നത്. അങ്ങനെ ആൻറ്റോണും മൈക്കിളും തമ്മിൽ അവിടെ കിടന്ന് വലിയൊരു അടിപിടിയൊക്കെ ഉണ്ടാവും. പെട്ടെന്നാണ് നാസ്തി ഓടി വന്ന് പിടിച്ചു മാറ്റാൻ നോക്കുമ്പോഴത്തേക്കിനും അവൾക്കിട്ട് പിടി കിട്ടുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ട് മൈക്കിൾ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് ആൻറ്റോൺ ആണെങ്കിൽ ഓടി വന്ന് നാസ്റ്റിയോട് പറയും പോലീസുകാർ വന്നാലും ഒരിക്കലും ഇവനെ കാണിച്ചു കൊടുക്കില്ല, പകരം ഇവളെ തന്നെ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ വീഡിയോ പിടിച്ച് പോയതാണെന്ന് പറയാവുള്ളതെന്ന്. അന്നേരമാണ് ആൻറ്റോൺ ആണെങ്കിൽ ഇവളുടെ ചെറിയ ചോര വരുന്നത് കാണുന്നത്. ഇവൻ അവളെ ആശ്വസിപ്പിക്കാൻ നേരത്ത് അവളാണ് ഇവനെ കയറി കിസ് ചെയ്യും. അങ്ങനെ ഇവർ തമ്മിൽ അവിടെ വെച്ച് കുറേ നേരം ബന്ധപ്പെടും. പിറ്റേന്ന് നാസി സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കിനും മൈക്കിളാണ് അവളെ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കും തലേദിവസം എന്തൊക്കെയാണ് നടന്നതെന്നും. അന്നേരം അവളെ എടുത്ത വായിക്ക് പറയും അവളാണെങ്കിൽ ആൻറ്റോൻ്റെ കൂടെ കിടന്നുറങ്ങിയെന്ന്. ഇത് കേൾക്കുമ്പോൾ മൈക്കിളിന് ഭയങ്കര വിഷമാവും. പെട്ടെന്നാണ് പോലീസുകാർ വന്ന് നാസിയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ സെറവാണെങ്കിൽ നാസിയുടെ ചൂടായിക്കൊണ്ടിരിക്കും. അവൾ ഫാൾസ് കംപ്ലയിൻറ്റ് തന്നെ പറ്റിയൊക്കെ ചോദിച്ച്. പക്ഷേ അവളാണെങ്കിൽ വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കും അത് സത്യമാണ് കണ്ടത്, അങ്ങനെ ഗ്യാരേജിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. അങ്ങനെ പ്രൂഫ് ചോദിക്കുമ്പോഴത്തേക്കും ഇവളുടെ ഈ പ്രൂഫ് ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് സെറവാണെങ്കിൽ അവൾക്ക് മെസ്സേജ് കാണിച്ച് കൊടുക്കുന്നത്, വിരലുകളുടെ ഫോട്ടോ അയച്ച് കൊളാഗയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടാൻ നോക്കിയതിൻ്റെയൊക്കെ. അത് കാണുമ്പോഴാണ് അവൾക്ക് പിടികിട്ടുന്നത് അന്റോൺ ആണെങ്കിൽ ആളുകളെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പൈസ തട്ടുന്നുണ്ടെന്നും അതുപോലെ തന്നെ രാത്രി കൊളാഗയ്ക്ക് ഇത് അയച്ചുകൊണ്ടാണ് കൊളാഗ തെളിവുകളെല്ലാം നശിപ്പിച്ചതെന്ന്. അങ്ങനെ ഇവളുടെ ഒരു തെളിവില്ലെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കിനും ഇവൾ തന്നെ ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിലാവും. പിന്നീട് മൈക്കിളാണ് ചെന്ന് അന്റോണിനെ കണ്ടിട്ട് അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ കിടന്നുറങ്ങിയതിൻ്റെ കാര്യമൊക്കെ ചോദിക്കും. അന്നേരമാണ് ആൻറ്റോൺ എടുത്ത വായിക്ക് പറയുന്നത് ഇവന് കഴിവില്ലാത്തതുകൊണ്ട് ഗേൾഫ്രണ്ട് അവൻ്റെ കൂടെ കിടന്നുറങ്ങിയെന്നുള്ളത്. അത് കേൾക്കുമ്പോഴത്തേക്കും മൈക്കിളിന് വിഷമാവിട്ട് മൈക്കിൾ വീണ്ടും ചോദിക്കും അങ്ങനെയാണ് എങ്ങനെയും നാസ്റ്റിയനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഇവൻ്റെ അച്ഛനോട് പറയത്തില്ലെന്ന്. അന്നേരം അന്റോൺ പറയും നാസ്റ്റിയനെ ജയിലിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഇവൻ പോയി പിടികൊടുക്കേണ്ടി വരും, അതിനൊന്നും ഇവനെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അന്റോൺ അവൻ്റെ ബൈക്ക് പോകും. പിന്നീടാണ് കൊളാഗയ്ക്ക് ആ ഗ്യാരേജിൽ കിടക്കുന്ന പെണ്ണിൻ്റെ ഫോട്ടോയും വെച്ച് വീണ്ടും ബ്ലാക്ക് മെയിൽ മെസ്സേജ് വരുന്നത്. ഇതാണ് കൊളാഗയ്ക്ക് ശരിക്കും പേടിയുണ്ടാകും. ഇച്ചിരി കഴിയുമ്പോഴാണ് സെറവാണെങ്കിൽ കൊളാഗോനെ അവൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നത്. അങ്ങനെ കൊളാഗാണെങ്കിൽ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സെറവാണെങ്കിൽ നാസ്റ്റിയുടെ ഫോട്ടോ കാണിച്ചിട്ട് അവനോട് ചോദിക്കും ഈ പെൺകുട്ടീനെ അറിയാവോ, ഇവൾ അവൻ്റെ വീട്ടിൽ കയറിയെന്ന് പറയും. അപ്പോഴത്തേക്കിനും കൊളാഗ പറയും അവളെ ഒന്നും അറിയത്തില്ല, പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ല യൂട്യൂബ് വീഡിയോയ്ക്കും പ്രാങ്കിനൊക്കെ ആയിട്ട് കയറിയായിരിക്കും, തൽക്കാലം വെറുതെ വിട്ടേക്കാൻ പറയും. അങ്ങനെ ജയിലിൽ നിന്ന് ഇറക്കി കഴിഞ്ഞ് നാസ്തി ആണെങ്കിൽ നേരെ മൈക്കിളിനെ വിളിക്കും. അപ്പോഴത്തേക്കിനും മൈക്കിളാണെങ്കിൽ ഇതേ സമയത്ത് കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് വിഷമത്തിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ പൂസായിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ സാധനങ്ങളെല്ലാം അവളുടെ ദേഹത്തോട്ട് എറിഞ്ഞെടുത്തിട്ട് എങ്ങോട്ടേലും പോകാൻ പറയും. അങ്ങനെ അവളാണ് ഒന്നും മിണ്ടാതെ അതെടുത്ത് പോകുന്ന കാണുമ്പോഴാണ് ഇവൻ ഓടിച്ചെന്ന് വീണ്ടും ചെന്നിട്ട് ഇവനെ അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കിനും അവൾ പറയും അതൊക്കെ പിന്നെ സംസാരിക്കാൻ, തൽക്കാലം ഇപ്പോൾ അന്റോൻ്റെ അടുത്ത് വരെ പോകണം, അവനാണ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവളെയൊക്കെ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പറയും. അങ്ങനെ ഇവർ പോകുന്നതാണ് കൊളാഗ കണ്ടുകൊണ്ട് അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്റോണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും നാസ്റ്റി ആണെങ്കിൽ വീണ്ടും മൈക്കിളിനോട് ചൂടായിട്ട് അവനോട് അവൻ്റെ ബൈക്ക് പോകാൻ തന്നെ പറയും. അങ്ങനെ വീണ്ടും തേപ്പ് കിട്ടിയ മൈക്കിളാണെങ്കിൽ വിഷമത്തോടെ കാറും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ കൊളാഗയാണെങ്കിൽ ഈ പ്രാവശ്യം മൈക്കിളിനെ ഫോളോ ചെയ്ത് പോകും. ഇതേ സമയം നാസ്റ്റി ആണെങ്കിൽ അന്റോനോട് നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു, എല്ലാം അവൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കിനും അന്റോൻ പറയും ഇവളുടെ കയ്യിൽ ഒരു തെളിവില്ലെന്ന് പറഞ്ഞ് ഇവളെ പിടിച്ച് പുറത്താക്കും.
മൈക്കിൾ ഇതേസമയം കൂട്ടുകാരുമായിട്ട് വീണ്ടും വെള്ളവടി തുടങ്ങിയായിരുന്നു വിഷമം മാറാൻ വേണ്ടി. അന്നേരമാണ് ആരോ ബെല്ലടിക്കുന്നേക്കുന്നതും അവൻ ചെന്ന് തുറന്ന ഉടനെ അവനിട്ട് കുത്തു കിട്ടും. ഇതേ സമയത്ത് ബസ് കയറാൻ നാസിയാണെങ്കിൽ ബാഗ് തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് ഇവള് നല്ലപോലെ ജീവിക്കാൻ വേണ്ടി മൈക്കിൾ കുറേ ക്യാഷ് വെച്ചിരിക്കുന്നത് കാണും. പക്ഷേ നാസ്തി ആണെങ്കിൽ ഇത് മൈക്കിളിന് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവനെ വിളിക്കും. പക്ഷേ അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ വെച്ച് സെറോയ്ക്ക് റിപ്പോർട്ട് കിട്ടുമായിരുന്നു. ആ ഗ്യാരേജിൽ കൊളാഗോടെ അല്ലാതെ വേറെ ആളുടെയും ബ്ലഡ് ഉണ്ടെന്നും അതുപോലെ തന്നെ അവൻ്റെ ആ ഫിംഗറുകൾ തമ്മിൽ മാച്ച് ആകുന്നില്ലെന്നും. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും മൈക്കിളിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയ നാസിയെ കാണുന്നത് മൈക്കിൾ അവിടെ മുറി കൊണ്ട് കിടക്കുന്നതാണ്. പെട്ടെന്ന് ആരോ നടന്നു വരുന്ന ഒച്ച കേട്ട് അവളാണെങ്കിൽ കർട്ടൻ്റെ പുറകിൽ വിളിക്കും. അത് കൊളോഗായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൊളോഗാണെങ്കിൽ മൈക്കിളിനെ 2 കൂട്ടുകാരെ കൊന്ന ശേഷം മൈക്കിളിനോട് അവനെ ഭീഷണിപ്പെടുത്തുന്ന ആളെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. അങ്ങനെ മൈക്കിളാണെങ്കിൽ അണ്ടോൻ്റെ അഡ്രസ്സ് എല്ലാം പറഞ്ഞു കൊടുക്കും. പെട്ടെന്നാണ് നാസിയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നതും അത് കേട്ട് കൊളോഗ അവളെ പിടിക്കാൻ പറ്റിയപ്പോഴത്തേക്കിനും അവളാണെങ്കിൽ ഇറങ്ങി ഓടുന്നതും. നാസ്തി ആണെങ്കിൽ സ്റ്റെയർ കേസ് വരുന്നത് താഴോട്ട് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ കൊളോഗാണെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിച്ച് അവളെ പിടിക്കും. അത് കഴിഞ്ഞാണ് അൻഡണ്ണാണെങ്കിൽ കൊളാഗോ അവൻ്റെ കൂട്ടുകാരെ കൊന്ന മെസ്സേജ് വിടുന്നത്. അൻഡണ്ണാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലേക്ക് വെപ്രാളത്തിൽ ചെല്ലുമ്പോഴത്തേക്കിനും ആരോ വന്ന് അവനെ ബോധം കെടുത്തും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ബോധം വന്ന നാസ്തി നോക്കുമ്പോഴത്തേക്കും കൊളാഗോ ആണെങ്കിൽ അൻഡണ്ണെ അവിടെ മുറിച്ച് കീറിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നീട് കൊളാഗോ അപ്പുറത്തെ മുറിലേക്ക് പോകുമ്പോഴത്തേക്കും ചെറിയ ബോധത്തിലുള്ള അൻഡണ്ണാണെങ്കിൽ നാസ്തിയോട് അവൻ്റെ പോക്കറ്റിൽ ഒരു കത്തി ഉണ്ടെന്ന് പറയും. അങ്ങനെ നാസ്തി ഒരു വിധത്തിൽ എഴുന്നേറ്റ് അവൻ്റെ കത്തി ഉപയോഗിച്ച് അവളുടെ കയറെല്ലാം മുറിക്കും. പിന്നീട് അവൾ ആൻഡണ്ണെ രക്ഷിക്കാൻ നോക്കുമ്പോഴാണ് ആൻഡണ്ണാണെങ്കിൽ ഓൾറെഡി മരിച്ചായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ വീണ്ടും കൊളാഗോ കെട്ടിയിട്ടിരുന്ന പോലെ തന്നെ അവിടെ പോയി നൈസായിട്ടിരിക്കും. അന്നേരമാണ് കൊളാഗ വരുമ്പോഴത്തേക്കിനും ആൻ്റൺ മരിച്ചത് കാണുന്നത്. അത് കാണുമ്പോഴത്തേക്കിനും ഒരു വിഷമമാവും. കാരണം അവന് ജീവനോട് ഇച്ചിരിയും കൂടെ ടോർച്ചർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അവനാണെങ്കിൽ നേരെ നാസ്തിയുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവൾ പെട്ടെന്ന് പുറകിലത്തെ വയറ് കട്ട് ചെയ്ത് അവിടെ ഇരുട്ടാക്കുന്നത്. പിന്നീട് നാസ്തി രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് കൊളാഗ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് അവളെ പിന്നീന്ന് ഒന്ന് പിടിക്കാൻ തുടങ്ങുന്നത്. പെട്ടെന്ന് അവൾക്കാണെങ്കിൽ അവളുടെ ആ ചെറുപ്പത്തിലെ മെമ്മറീസ് വീണ്ടും കയറി വന്നുകൊണ്ടിരിക്കും. അവളാണെങ്കിൽ അവളെ കത്തി ഉപയോഗിച്ച് അവനെ കുത്തി കൊല്ലും. അതിനുശേഷം കൊളാഗയുടെ ഫോണിൽ നിന്ന് തന്നെ പോലീസുകാരെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കും. അത് കഴിഞ്ഞ് സെറ വന്ന് നാസ്തിയോട് പറയും അവൻ ഇത്രയും കാലം അന്വേഷിച്ചോട് സീരിയൽ കില്ലർ ഇത് തന്നെ ആയിരുന്നെന്ന്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നാസ്തിയെ ചെറുപ്പത്തിൽ അവളെ കൊല്ലാൻ വന്ന ആളെ കമ്പി വടി കൊണ്ട് അടിച്ചായിരുന്നു കീഴ്പ്പെടുത്തിയെന്നുള്ളായിരുന്നു. അങ്ങനെ ആ മെമ്മറി വരുമ്പോഴത്തേക്കിനും അവളാണ് വീണ്ടും ഞെട്ടി എഴുന്നേക്കും. നാസ്തിയാണെങ്കിൽ പുതിയൊരു ജീവിതമൊക്കെ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ അന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോകളെല്ലാം അവളെ ലാബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.